രജൌരിയിൽ ബോംബ് വർഷമെന്ന് റിപ്പോർട്ട്. വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ കാര്യങ്ങൾ യുദ്ധസമാനമാണ്. പുൽവാമ ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. അതിർത്തിയിൽ അസ്വസ്ഥത പുകയുന്നതിനിടെ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ യാത്രാ വിമാനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത ഏർപ്പെടുത്തി കഴിഞ്ഞു. ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട്, ലേ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ്. വ്യോമ നിരോധന മേഖലയായി അനിശ്ചിതകാലത്തേക്കാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാനെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. ഇതിനിടെ രജൌരിയിൽ ആർമി ക്യാമ്പിന് സമീപം ബോംബ് വർഷിച്ചതായി ANI റിപ്പോർട്ട് ചെയ്തു. വൻകുഴികൾ രൂപപ്പെട്ടു. ചിത്രങ്ങൾ ANI പുറത്തുവിട്ടിട്ടുണ്ട്. ആളപായമുള്ളതായി നിലവിൽ റിപ്പോർട്ടുകളില്ല. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചത്. നൌഷേര മേഖലയിലാണ് ശ്രമം നടന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ ഈ ശ്രമം തടയുകയായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി ചർച്ച നടത്തുകയാണ്. എല്ലാ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും മേധാവികളോടും എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യൻ വിമാനം തകർന്ന 2 പൈലറ്റുമാരടക്കം 3 പേർ കൊല്ലപ്പെട്ടു. ശ്രീനഗറിന് സമീപം ബഡ്ഗാമിൽ വ്യോമസേന വിമാനം തകർന്നു. വിമാനം തകരാൻ കാരണം സാങ്കേതിക തകരാറെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഏതൊരു സാഹചര്യം ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ സജ്ജമാണ് ഇന്ത്യ. പ്രത്യേകിച്ചും വലിയ പോർ വിമാനങ്ങൾക്ക് ഇന്ത്യ വഴിയൊരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ പോർ വിമാനങ്ങൾക്ക് വഴിയൊരുക്കിയത് നേത്രയാണെന്നുള്ളത് വലിയ ചർച്ചയായി. പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളിലേക്ക് വ്യോമസേനയ്ക്ക് വഴിയൊരുക്കിയത് നേത്ര വിമാനമാണ്. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനം ഘടിപ്പിച്ച് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ നിരീക്ഷണ സംവിധാനമാണ് നേത്ര. അതുതന്നെയാണ് ഇന്ത്യയുടെ തുറുപ്പുചീട്ടും. നിലവിൽ പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നതും നേത്രയെ തന്നെയാണ്. 1 വർഷം മുൻപാണ് നേത്ര വിമാനം ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കിയത്. ബംഗളൂരുവിൽ നടന്ന എയർ ഷോയിൽ മുൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറാണ് ഈ വിമാനം വ്യോമസേനയ്ക്ക് കൈമാറിയത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ആകാശ നിരീക്ഷണം നടത്താനുള്ള ശേഷിയാണ് നേത്രയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇതിനായി അത്യാധുനിക സംവിധാനങ്ങളും വിമാനത്തിനകത്തുണ്ട്. അതായത് അതിർത്തിക്കപ്പുറം നിന്ന് സൈനിക നീക്കം നടത്തേണ്ട പ്രദേശത്തിന്റെ വിവരങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ നേത്രയിൽ സംവിധാനങ്ങളുണ്ട്. 12 മിറാഷ് 2004 വിമാനങ്ങൾക്കും പാക് അതിർത്തിക്ക് അപ്പുറത്തെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങാൻ വഴിയൊരുക്കിയതും സുരക്ഷ ഉറപ്പാക്കിയതും ഒക്കെ നേത്രയാണ്. അതുകൊണ്ട് തന്നെ നേത്രയിൽ തന്നെയാണ് ഇന്ത്യയുടെ കണ്ണും. ഇനിയും നേത്ര ഇന്ത്യക്കായി കണ്ണു തുറക്കും എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടക്കുമ്പോൾ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നതും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. റഡാർ അടക്കം സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ശത്രുക്കളുടെ നീക്കങ്ങളുടെ നിരീക്ഷണം. 300 കിലോമീറ്റർ ദൂരെയുള്ള ശത്രുക്കളുടെ നീക്കം വരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താനുള്ള കഴിവാണ് നേത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. പ്രതിരോധ മേഖലയിൽ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ നേത്രയുടെ സംവിധാനമുള്ള വിമാനങ്ങളുള്ളത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യയും ഈ നേട്ടം കൈവരിക്കുന്നത്. DRDOയാണ് നേത്ര വികസിപ്പിച്ചെടുത്തത്. ഏതായാലും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. രജൌരിയിൽ ബോംബ് വർഷമെന്നും വൻ കുഴികൾ രൂപപ്പെട്ടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. അതിന്റെ സൂചനകൾ തന്നെയാണ് പാകിസ്ഥാന്റെ തിരിച്ചടി, വെടിവയ്പ്, അതിർത്തി കടന്നുള്ള വ്യോമാക്രമണം, അഭ്യാസത്തിലൂടെയൊക്കെ കാണുന്നത്. പക്ഷെ അതിർത്തിയിൽ എത്ര അസ്വസ്ഥത പുകഞ്ഞാലും ഇന്ത്യയെ അതൊന്നും ബാധിക്കില്ല. ഇന്ത്യയിലും പാകിസ്ഥാനും ഇടയിലെ യാത്രാ വിമാനങ്ങൾ ഏറ്റവും ഒടുവിൽ നിർത്തിവച്ചിരിക്കുന്നു. ജമ്മു, ശ്രീനഗർ, പത്താൻകോട്ട് വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ.